ഹായ്, ഗുഡ് മോർണിംഗ്. എന്നിട്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ ഇടാന്നാണ് കരുതിയത്. അപ്പോൾ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല. രാവിലെ പോകാൻ ഇറങ്ങുന്നത് വരെയുള്ള വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. റെഡി ആവുന്നതോ അങ്ങനെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ബാക്കി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ രാവിലെ തന്നെ ഉറക്കണീച്ച് ആദ്യം കട്ടനിട്ട് കുടിക്കാമെന്ന് കരുതി. അതിൻ്റെ കൂടെ തന്നെ രാവിലെ ചോറിനുള്ളതും കൂടെ ആക്കാന്ന് കരുതി. സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്രനിമിഷം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടനും പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പുറത്തിരുന്ന് ചായ കുടിക്കാന്ന് കരുതി. അങ്ങനെ പുറത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇസു വന്ന് അടുത്ത് കിടന്നു. പിന്നെ കുറച്ചു നേരം അവളുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി. അപ്പോൾ ഇന്ന് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് കരുതി. അപ്പോൾ ദോശക്കുള്ള മാവ് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ചമ്മന്തിക്കുള്ളത് നോക്കാമെന്ന് കരുതി. അതിനുള്ള മാവിനുള്ളതാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. എനിക്ക് ചേച്ചി പറഞ്ഞു തന്നതായിരുന്നു. കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ഇച്ചിരി ഇഞ്ചിയും കൂടെ ഇട്ട് മാവിൻ്റെ കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം അത് മാവിലോട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ, നമ്മൾ ഈ കറിവേപ്പില മാത്രം ഇടുന്നതിനെ കാട്ടി. അപ്പം അതങ്ങനെ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് ദോശ ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ചമ്മന്തിക്കുള്ള പരിപാടിയും കൂടി നോക്കണം. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടത് അത് പിള്ളേർക്കുള്ള ചോറ്. പിള്ളേരെന്ന് പറഞ്ഞാൽ ഇസു അമ്മു റൂബും ഒക്കെ കേട്ടോ. അപ്പം അവർക്ക് വേണ്ടി മഞ്ഞപ്പൊടി ഇട്ട് ചോറ് ആദ്യമേ അങ്ങ് വെച്ച് വെക്കും. കാരണം ഉച്ചയാകുമ്പോഴത്തേക്ക് തണുത്ത് കിട്ടണമല്ലോ അത്. അപ്പം അതുകൊണ്ട് ആദ്യം അങ്ങ് ചെയ്ത് വെച്ചു. അതിൻ്റെ ചമ്മന്തി റെഡിയാക്കാമെന്ന് കരുതി. വോയിസൊക്കെ റെക്കോർഡ് ചെയ്ത് ഇടാമെന്ന് വിചാരിക്കും. പക്ഷേ എന്താ ഇടാമെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വരും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇനി. ഇനിയിപ്പോൾ ഈ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി. ഉച്ചയ്ക്കുള്ള ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ചേട്ടനും അനിയനെല്ലാം വീട്ടിലും ഉണ്ട്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ഏകദേശം റെഡിയാക്കി വെച്ചിട്ട് ഇറങ്ങാമെന്ന് കരുതി. സമയം നമ്മൾ പറയുമ്പോൾ കേട്ടോ, പറഞ്ഞു തീർന്നതിന് മുമ്പ് സമയം അങ്ങ് തീരും. ഇങ്ങനെ വോയിസൊക്കെ ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്കൊരു മാറ്റം വരുന്നത്. അപ്പം ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാട്ടോ. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. രാവിലെ കാപ്പിയായി. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ച്. അവൻ്റെ ഒരു ചെറിയ ചമ്മലായോണ്ട് കേട്ടോ, അവൻ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. എന്നിട്ട് വീഡിയോ എടുത്തിടുവാണെങ്കിൽ എന്നെ ശരിയാക്കുമെന്നല്ല അവൻ പറയണേ. കാര്യമില്ല, അവൻ ചുമ്മാ തമാശയ്ക്ക് പറയണതാണ്. നമുക്കതെല്ലാം സെറ്റാക്കാനേ. അത് ഞാൻ അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേന്ന്. അപ്പോൾ അതിൻ്റെ കേക്കാട്ടോ. അപ്പോൾ